വളരെ ഈസി ആയിട്ടും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ കേസരിയുടെ റെസിപ്പിയാണ് ഇത്. ഇതിനു വേണ്ടി ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടായി വരുമ്പോഴേ കുറച്ച് കിസ്മിസും നട്ട്സും ഒക്കെ വറുത്ത് കോരി മാറ്റി വെക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ കിസ്മിസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് എന്താ ചൂടായി വന്നു. ഈ വറുത്ത കിസ്മിസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും റവ ചേർക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 3-4 സ്പൂൺ റവയാണ് എടുക്കുന്നത്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പാക്കറ്റ് റവയിലും റോസ്റ്റഡ് എന്ന് എഴുതിയേക്കും. എങ്കിലും നമ്മൾ ഇതൊന്നും കൂടെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. എങ്കിൽ ഈ നെയ്യിൽ ഈ റവ കിടന്നൊന്ന് റോസ്റ്റായി വരുമ്പോഴേ നമ്മുടെ കേസരിക്ക് ശരിക്കുള്ള ഫ്ലേവർ കിട്ടത്തുള്ളൂ. വറുത്ത റവയും നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിലോട്ട് തന്നെ കുറച്ച് വെള്ളം ചേർക്കണം. നമ്മുടെ ഈ റവയൊന്ന് കുറുകി വരാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ചേർക്കണം. വെള്ളം നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ പഞ്ചസാര നല്ല പോലെ അങ്ങ് ലയിച്ച് കഴിയുമ്പോഴത്തേന് ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന റവ ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാര സിറപ്പിലേക്ക് നന്നായിട്ട് റവ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു കളർ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. സാധാരണ നമ്മൾ കേസരി കാണുമ്പോൾ അത് ചുമന്ന കളറോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തായാലും ചേർക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ ശകലം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് മധുരം കുറച്ചും കൂടെ വേണം തോന്നുകയാണെങ്കിൽ ചേർക്കാം. ഇനി അഥവാ പാകത്തിനാണ് മധുരമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ കറക്റ്റ് മധുരമാണ്, അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നല്ല ഇളക്കി യോജിപ്പിക്കണം. ഇതിങ്ങനെ കുറുകി വരുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇങ്ങനെ കേസരി നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി തണുക്കാൻ വെക്കണേ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നല്ലൊരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേന്നും എടുക്കാം. നമ്മൾ മലയാളികൾക്ക് പായസം എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ് മക്കൾക്ക് ഈ കേസരി എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ വിശേഷാൽ ചടങ്ങുകൾക്ക് ഈ കേസരി ഒരു പ്രധാന ഐറ്റമാണ്. മുൻപ് എനിക്ക് കുറേ കൂട്ടുകാർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് അവർ ദീപാവലി, പൊങ്കൽ ഇങ്ങനെ ഓരോ തമിഴ്നാട്ടിലെ വിശേഷങ്ങൾ വരുമ്പോഴേ എന്നെയും വിളിക്കും. അപ്പം ഞാൻ പോയിട്ടുള്ളപ്പോഴൊക്കെ അവർ ഈ കേസരി, അതുപോലുള്ള കേസരി മാത്രമല്ല അവർക്ക് ഒരുപാട് മധുര പലഹാരങ്ങളുണ്ട്. കേസരി മാത്രമൊന്നുമല്ല കേട്ടോ, അവിടുത്തെ ലഡു, ജിലേബി, ഹൽവ, മുറുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ തരും. അവിടുത്തെ ഹൽവയും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഏതാണ്ട് ഈ കേസരി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി ലൂസായിട്ടിരിക്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ മലയാളികളെ അപേക്ഷിച്ചുണ്ടല്ലോ തമിഴ്നാട്ടുകാർ വളരെ സിമ്പിൾ ആണ് ഭക്ഷണ കാര്യത്തിൽ. നമ്മൾ ഒരുപാട് കറികളും സൈഡ് ഡിഷസും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അവരൊരു തൈര് സാദം അല്ലെങ്കിൽ ഒരു പൊങ്കല്, സാമ്പാർ സാദം ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒത്ത് ഒരുപാട് തവണ ഇതൊക്കെ കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസരിയുടെ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു.